നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ഒരു അടിപൊളി വണ്ടർഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ വളരെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണത്. നമ്മൾ യു കെയിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് എന്തായാലും നമ്മൾ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും നമ്മൾക്ക് എന്താ പറയുന്നത് നമ്മുടേതായ ഒരു സൗഹൃദക്കൂട്ടം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ. അപ്പം നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഒത്തുചേരുന്നതിന് നമുക്ക് പലപ്പോഴും പരിമിതി ഉണ്ട് സ്ഥലത്തിൻ്റെ ഇതൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഹോളിഡേ ഹൗസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തുചേരാനായിട്ടുള്ള ഒരു ഇടം, ഒരു വെക്കേഷൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം നിങ്ങൾ നിങ്ങളുടെ സൗഹൃദമൊക്കെ ഈ ജീവിതത്തിൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ ഫ്രീഡം ഒരു ഹോളിഡേ ഹൗസ് ആണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലിങ്കൺഷയർ ഏരിയയിലുള്ള ഗ്രിംസ്ബിയിലെ ലിങ്കൺഷെയർ ഏരിയയിലെ ഗ്രിംസ്ബിയിലെ ചാക്കോ കോട്ടേജ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്ന ഇതാണ് ഇവരുടെ ആദ്യത്തെ കോട്ടേജ്. നമ്മുടെ ഈ ലിവിങ് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു റെസിഡൻഷ്യൽ ആംബിയൻസ് ഉള്ള സംഭവമാണ്. ഇവിടുത്തെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു 9 റൂം വരെയുള്ള ഒരു 22 മെമ്പേഴ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നമ്മൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ 8 പേര് തുടങ്ങി 22 പേർക്ക് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന 2 വീടുകളായിട്ടാണ് നമുക്ക് ഈ ചാക്കോ കോട്ടേജിന്റെ ഫെസിലിറ്റി ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ കണ്ട വിഷ്വലുള്ള വീടാണ്. ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ വിഷ്വലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നിങ്ങളിപ്പോൾ 2 ഫാമിലി ഗ്രൂപ്പ് എത്ര ഈ പറയുന്ന 22 പേരടങ്ങുന്ന ഗ്രൂപ്പാണെങ്കിൽ പോലും നിങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു അടിപൊളി ഹൗസാണ്. അത്രയും മാത്രമുള്ള നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് എന്താ പറയുന്നത് എല്ലാം മറന്ന് നമുക്ക് ആസ്വദിച്ച് നമ്മുടെ ഒരു വേൾഡിൽ നമുക്ക് കഴിയാവുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്ത് വിഷ്വൽസ് ഒന്ന് കാണാം. ഓൾറെഡി ഇപ്പോൾ ഈ വേക്കൻ്റ് ആയിട്ടുള്ള വീടാണ്, നമ്മളിത് ഉപയോഗിക്കുന്നതല്ല. ഓൾറെഡി നമ്മളിരിക്കുന്നത് നെക്സ്റ്റ് വീടാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന വീടിൻ്റെ വിഷ്വൽസ് ഓൾറെഡി നമുക്ക് ഇതൊന്നും അകത്ത് കയറി കാണാം. ഓക്കെ, താഴത്ത് ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നേരെ കിച്ചണിലോട്ട് എൻട്രി ഉണ്ട്. കിച്ചൺ ഈ പറയുന്ന നമ്മളെ എല്ലാ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള നമുക്ക് അടിപൊളി ഒരു കിച്ചണാണ്. നമുക്ക് ഹോബ് അടിപൊളി കിച്ചൺ ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഈ വീടിനും നമുക്ക് ബാക്ക് സൈഡ് നല്ല അടിപൊളി ഒരു ഓപ്പൺ ഇവിടെ അടിപൊളി ലാൻഡ്സ്കേപ്പിലുള്ള ഒരു ഓപ്പൺ ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കിപ്പോൾ പിള്ളേരൊക്കെ വന്നാലും നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് കറങ്ങി നടക്കാനായിട്ട് നല്ല ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ 2 ഫാമിലി ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൂ. നമുക്ക് ഈ പറയുന്ന ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാം. അല്ല നിങ്ങൾ ചെറിയ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു വീട്, ഇപ്പം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് 4 ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ വീട് മതി, ഏതെങ്കിലും ഒരെണ്ണം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വീടാണ്. അടുത്ത് നമുക്കിത് ലിവിങ് ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആംബിയൻസ് വിത്ത് ഫർണിച്ചർ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് നമുക്കിവിടെ താഴെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിലെ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇവരുടെ കോമൺ ആയിട്ട് നമുക്ക് വൈഫൈ സർവീസ് ഉണ്ട്. പിന്നെ നല്ല എന്താ പറയുന്നത് എല്ലാവിധ നമുക്ക് ഇതിൽ വേണ്ട എല്ലാ ഫെസിലിറ്റി അവർ ഒരുക്കി. താഴത്തെ ഗ്രൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. നമ്മുടെ ആ വീടിന്റെ സെയിം ഒരു എലിവേഷനിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അല്ല എല്ലാം ഒരേ സൗകര്യം തന്നെയാണ് അവർ ഒരുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ റൂമൊക്കെ എന്ന് പറഞ്ഞത് അത്രമാത്രം നമുക്ക് നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ ഒരുക്കിക്കണേ. നല്ല നല്ല നമുക്ക് ആർക്കായാലും പറയുന്ന എല്ലാവിധ ഒരു ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീൽ എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ. പിന്നെ ഇത് അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് നല്ല അടിപൊളി ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ സ്പെഷ്യൽ TV കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഈ റൂമിനെ സംബന്ധിച്ച്. നമ്മുടെ അടുത്ത റൂമുകൾ കാണാം. പിന്നെ ഇത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കോമൺ ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിത് അടുത്ത 2 റൂമുകൾ വരുന്നത്.
ഈ റൂമുകളും ഈ പറയുന്ന പോലെ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം നല്ല ഒരു വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വന്ന് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന വീടാണെങ്കിൽ പോലും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ തന്നെ ക്ലീൻ ആക്കി കൊടുക്കണം. അതിലാണ് നമ്മൾ കാര്യങ്ങൾ. ഇത് നെക്സ്റ്റ് റൂമാണ് ഈ കാണുന്നത്. നല്ല ഈ പറയുന്ന എല്ലാ റൂംസും നല്ല നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇത് ഏരിയ തന്നെ നമുക്ക് നല്ല വൈബായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. വേറെ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഇല്ല. നമുക്ക് നമ്മുടേതായ ഉള്ള അറ്റ്മോസ്ഫിയർ നമുക്കൊരു അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് റിലാക്സ് ചെയ്യാവുന്ന ഒരു ഏരിയ. ഇത് സെക്കൻഡ് ഫ്ലോർ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കണ്ടു. നമ്മൾ ഇനി സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഇനി അടുത്ത 2 ഏരിയ വരുന്നത്. ഇത് ഔട്ടാണോ? ഇത് അടുത്ത റൂം വരുന്നു. നമ്മുടെ അവിടുത്തെ വീടിൻ്റെ എലിവേഷൻ തന്നെയാണ് ഇത് വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള നമുക്കിത് ഇത് നല്ല സ്പെഷ്യലാണല്ലേ. നമുക്ക് നൈറ്റൊക്കെ നല്ല ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി റൂം. അപ്പോൾ ഈ പറയുന്നതുണ്ടല്ലോ, ഇപ്പം നിങ്ങളൊക്കെ നമ്മൾ ഏത് സൈഡിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. ഇവരെ സംബന്ധിച്ചാണെങ്കിൽ വളരെ പോസിറ്റീവ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മലയാളിയുടെ ഒരു സംരംഭ നിലയിലാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. അതോടെ തന്നെ നമുക്ക് അത്രയും നല്ല സപ്പോർട്ട് അവർ തരുന്നുണ്ട് കേട്ടോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അത് നമ്മൾ ചാക്ക കോളേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോകുന്ന ഒരു സുപരിചിതമായ മുഖമായിരിക്കും കേട്ടോ നമ്മുടെ ബോബി ചേട്ടൻ. ഒന്ന് ചേട്ടാ, നമ്മുടെ ഇവിടെ നമുക്ക് എത്ര റൂംസും എത്ര വീടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഇവിടെ 3 വീടുകളുണ്ട്, 3 കോട്ടേജസ് ഉണ്ട് ഇവിടെ. 3 കോട്ടേജ് എന്ന് പറയുമ്പോഴത്തേന് ഒരു കോട്ടേജിനകത്ത് നമുക്ക് 15 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 5 ലാർജ് ബെഡ്റൂംസ്, 5 ലാർജ് ബെഡ്റൂംസ്, 1 അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ അതല്ലാണ്ട് തന്നെ നമുക്ക് 3 ബാത്റൂംസ് വേറെ ഉണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് വേറെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പുകൾ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ക്ലബ് ചെയ്താൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോഴത്തേനും നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഓണറുണ്ട്, ചാക്കോ എന്ന് പറയും, പുള്ളിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. പുള്ളി നമ്പറെ വിളിക്കുക. അല്ലെങ്കിൽ ഈ ബുക്കിംഗ് പാടായിരിക്കും, കാരണം 2 ഒരുമിച്ച് കിട്ടാൻ പാടായിരിക്കും. കാരണം ഇടയ്ക്ക് ബുക്കിംഗ് വരുമ്പോഴത്തേനും നമുക്ക് ഒരു കോട്ടേജ് അവൈലബിൾ ആയിരിക്കും, മറ്റേത് അവൈലബിൾ ആകത്തില്ല. അപ്പോൾ ബെറ്റർ നിങ്ങൾ മുൻകൂട്ടി വിളിക്കുക. വിളിച്ച് കഴിയുമ്പോഴത്തേനും 2 കൂടെ ബ്ലോക്ക് ചെയ്ത് ആ ഡേറ്റിന് ഇടും. അന്നേരത്തേനും ഒരു ഗ്രൂപ്പ് എത്ര വേണം, 12 ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കോട്ടേജിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാനല്ലേ. എന്താ നമുക്ക് ഇവിടെ ഉള്ള വേറെ ഫീച്ചേഴ്സ്? നമുക്ക് ഇവിടെ എന്താ ഫെസിലിറ്റീസ്? മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടേക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ക്വയറ്റ് ഏരിയയാണ്. നമുക്കിപ്പോൾ പിള്ളേരെ വെച്ച് സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിപ്പം ചുറ്റുവട്ടത്തുള്ള അയലോക്കാർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറയാൻ അധികം ആൾക്കാരില്ല. അതുപോലൊരു ഏരിയയിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടൊന്ന് കാണിച്ചാൽ മതി. ഇത്രയും വലിയ വിശാലമായ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇഷ്ടംപോലെ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ കിച്ചൺ, അത് എനിക്കറിയാം നിങ്ങൾ വന്നിപ്പോൾ താമസിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, 15-20 പേർക്ക് ഒരു കോട്ടേജ് താമസിക്കുകയും ചെയ്യാം, പിള്ളേർ ഉൾപ്പെടെ. ഓക്കെ, നമുക്ക് നിയർ ബൈ നമുക്ക് എന്തെങ്കിലും ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ വേറെ എന്താ നമുക്ക് ഫീച്ചേഴ്സ് ഉള്ളത്? അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ക്ലിത്ത് കോർപ്സ് എന്ന് പറയും. അവിടെ ഒരു സീ സൈഡ് ഏരിയ, ബീച്ച് സൈഡാണ്. അവിടെ ഇപ്പോൾ ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ, സോറി വിന്റർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സമ്മർ ടൈമിലൊക്കെ പിന്നെ ഇവിടെ നോർമൽ ഒരു ലിങ്കൻഷെയർ കത്തീഡ്രൽ ഫേമസ് ആണോ അല്ലേ? കത്തീഡ്രൽ ഇവിടെ ഫേമസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മാളുണ്ട്, ഷോപ്പിങ്ങിന് പറ്റിയ ഒരു മാളുണ്ട്, ഗ്രിഫ്റ്റ്. പിന്നെ നമുക്ക് നിയർ ബൈ ഇന്ത്യൻ സ്റ്റോറുകൾ അടുത്തുണ്ട്. ഇന്ത്യൻ സ്റ്റോറുകൾ, മലയാളി സ്റ്റോർ റൂംസ് ഉണ്ട്, ശ്രീലങ്കൻ സ്റ്റോർ റൂം ഉണ്ട്. നമുക്ക് ആവശ്യം എല്ലാ സാധനങ്ങളും നോർമൽ ആയിട്ടുള്ള എല്ലാം ഉണ്ട്. എല്ലാം നിയർ ബൈ ആണ്. ഒരു 5 മിനിറ്റ് ഡ്രൈവ് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതിന് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, മറക്കാനാകാത്തൊരു മെമ്മറി ആയിരിക്കും വന്നു കഴിഞ്ഞ് പോവാന്നുള്ളത്. ഒരു എക്സ്ക്ലൂസീവ് സ്പേസ് നമ്മൾ കൊടുക്കുകയാണ്. എക്സ്ക്ലൂസീവ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ അറിയാം, മോർ ദാൻ 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഏട്ടാ, ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്നൊരു പരിചിതരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ജോയി, വിനോദ്, ഡിനോ. ഞങ്ങൾ ഈ പറയുന്ന 4 സൈഡിൽ നിന്ന് നമ്മൾ വന്ന് കൂടുന്നു. നമ്മളിടയ്ക്ക് നമ്മൾ നമ്മുടേതായ ഫാമിലി ഗ്യാതറിംഗ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഇതവണ നമുക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്ത് ആരാ? ലിപ്സിയല്ല, നിമ്മി. നോർവിച്ചിലുള്ള നിമ്മിയാണ് ഇത് ചെയ്ത്. അപ്പോൾ നമ്മുടെ എൻ്റെ അളിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് പുള്ളിയുടെ ബർത്ത്ഡേയും ഇവിടെ വെച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു സ്പെഷ്യൽ ഇതിൽ വെച്ചാണ് നമ്മൾ ചാക്ക ക്വാർട്ടേഴ്സിലേക്ക് വന്നത്. പക്ഷെ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു നല്ല വൈബാണ്, ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതിയാണ് അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം
നമുക്ക് ഒട്ടുമില്ല. നമുക്ക് എല്ലാവർക്കും നല്ല ബെഡുകൾ ഒരുപാടുണ്ടായിരുന്നു, കിടന്നുറങ്ങാൻ മര്യാദക്ക് പറ്റി. മറ്റേ നമ്മുടെ തറയിലും സോഫയിലൊക്കെ കിടന്നുറങ്ങാം. വീട്ടിൽ അതെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഹോളിഡേ ഹൗസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ ഒരു 3-4 ഫാമിലി വേണമെങ്കിൽ ഒരു ഫാമിലി കൂടി കൂടിയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസൊക്കെ ഉള്ളൂ. ആ അപ്പൊ ഇവിടെ ക്ലീൻ ആൻഡ് സ്റ്റഡിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഇത് ഫാമിലി എണ്ണം കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമില്ല, കാരണം 2 കോട്ടേജുകൾ അടുത്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ പുള്ളി പറയുന്ന എന്താ പറയാ, ഇവര് തരുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 8 ഫാമിലി 10 ഫാമിലി വരെ കൂടാം അല്ലേ? നമുക്ക് ഒരു 22 പേർക്ക് വരെ ഈ കോട്ടേജുകളിൽ താമസിക്കാൻ പറ്റും. അത് അടുത്തുമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പരിപാടികൾ ഒരു സ്ഥലത്ത് കോമൺ ആക്കിയിട്ട് കിടന്നുറങ്ങാനും, അല്ലെങ്കിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത ഷോപ്പൊക്കെ ക്ലോസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൂടിയതിൽ ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തൊരു സംഭവം ഇതായിരുന്നു. ഇടയ്ക്ക് പറയുന്ന കോട്ടേജുകളൊക്കെ എടുക്കുന്നതാണെങ്കിലും ഈ പറയുന്ന അല്ലെ റീസെന്റ് എടുത്തിരിക്കണേല് നമുക്ക് ഇതിലൊരു പറയാനുണ്ട്, ഇതൊരു മലയാളിയുടെ സംരംഭം ആയതുകൊണ്ട് അല്ലെ. പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് UK-യിലുള്ള എല്ലാ മലയാളികളും ഇത് കാണുന്ന മലയാളികളും നിങ്ങൾ ഹോളിഡേ പാക്ക് ചെയ്യേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാക്കോ കോട്ടേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ല വൈബ് ഇതാണ്, അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം ഇതാണ്. നമുക്ക് മറ്റു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മുടേതായ മലയാളികളുടേതായ രീതിയിൽ വൈബില് അല്ലേ ആഘോഷിക്കാം. ഇനി UK-യിലുള്ള ഫ്രണ്ട്സുകൾ നിങ്ങളൊരു പാക്കേജ്, നിങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ നിങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തെങ്കിലും നിങ്ങൾ ആഘോഷിക്കേണ്ടത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാക്കോ കോട്ടേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അത്രമാത്രം വൈബും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഞങ്ങളിവിടെ വന്നതിൻ്റെ പേരിൽ ഇത് പറയാത്തതിൻ്റെ ഒരു വിഷമം വേണ്ട, കാരണം ഞങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവരും വന്ന് ആഘോഷിക്കാൻ ശ്രമിക്കുക ചാക്കോ കോട്ടേജ്. അപ്പം ഞങ്ങളിന്ന് ആഘോഷിക്കാൻ പോകുന്നത്, ഞങ്ങളൊരു 4 ഫാമിലി ഉണ്ട്. ആ 4 ഫാമിലി ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ചാക്കോ കോട്ടേജിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. നമുക്ക് എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് കിച്ചൺ, ലിവിങ് റൂം, അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം അപ്സ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 റൂമുകളുണ്ട്. അതുകൂടാതെ നമുക്ക് ടോയ്ലറ്റുകളുണ്ട്. ഒരു റൂം നമുക്ക് അറ്റാച്ച്ഡ് ആണ്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ബെഡ്റൂം ഉണ്ട്. അതുകൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വിശാലമായ ഒരു ബാക്ക് യാർഡ് കാണാൻ പറ്റും. ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല വിശാലമായ ബാക്ക് യാർഡാണ്. ഞങ്ങളെല്ലാവരും കൂടി പിള്ളേരൊക്കെ കൂടി അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ അത് വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പുള്ളി നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്നത്. നമുക്ക് കയറുമ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നല്ല അടിപൊളി കോട്ടേജ് ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അല്ല, അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ വന്നത് ചാക്കോസ് കോട്ടേജിലാണ് കേട്ടോ. വന്ന് കയറിയപ്പോ തന്നെ ഇത് മീൻസ് ഈ കോട്ടേജ് കണ്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നെ നമ്മളിതേ ഇതുപോലെ കണ്ട ഓരോ അടിപൊളി വിഭവങ്ങള് ഓരോ ദിവസത്തേക്കുള്ള ചാർട്ട് ചെയ്തിട്ട് വന്നേണേ. ഓരോ ദിവസം എന്തുണ്ടാക്കണം, പല വിഭവങ്ങളുണ്ട് ലിസ്റ്റില്. കപ്പ ഇറച്ചി ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ ആഷിയുടെ സ്പെഷ്യൽ മീറ്റ് റോൾ ഉണ്ട്. അങ്ങനെ നേരത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കി അടിച്ചു കൂടി. ഞങ്ങൾ എല്ലാ പ്രാവശ്യം കൂടുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ഇവിടെ വേറൊരു സ്ഥലത്തെ കൂടിയേക്കണെന്ന് മാത്രം. എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ. എന്താ എല്ലാവർക്കും സന്തോഷമായി. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല അതെ, നല്ല കോട്ടേജ് ആണ്. ഇപ്പൊ നാട്ടിലൊക്കെ നമ്മളൊരു റിസോർട്ടിലൊക്കെ റൂം എടുത്ത് താമസിക്കുന്ന പോലെ സെയിം എഫക്റ്റ് അല്ലെ, സെയിം അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്യൂട്ടിയുടെയും കാര്യങ്ങളുടെ ഇടയ്ക്ക് അതെ ഒരു റിലാക്സേഷൻ കിട്ടുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്. അതെ, ഡ്യൂട്ടിയുടെ ആ തിരക്കിന്നും സ്ട്രെസ് ചെയ്യുന്നും പിന്നെന്താ എപ്പോഴും ചൈൽഡ് കെയർ ഡ്യൂട്ടി അങ്ങനെ മാറി മാറി നടക്കുന്നതിന്റെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കുറച്ച് ദിവസം എൻജോയ് ചെയ്യാൻ വന്നതാണ്.
അപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു കേട്ടോ നമുക്ക് ചാക്കോ കോട്ടേജില്. ഈ പറയുന്ന നമ്മള് ലൈഫിന്റെ ഒരു തിരക്കും പരിപാടികളും ഇവിടുത്തെ ലൈഫൊക്കെ അറിയാമല്ലോ. നമ്മൾ ഒരാൾ പോകുമ്പോൾ ഒരാൾ വന്ന് അത്രമാത്രം നമ്മളൊരു ഫാമിലി അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് ഇവിടെയൊക്കെ പോകുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും അവസരം കണ്ടെത്തിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഒരു കൂടിച്ചേരലുകൾ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം റിലാക്സ്ഡ് ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. അതിൻ്റെ ഒരു പുഞ്ചിരി സ്നേഹവും ഒക്കെ നിങ്ങളുടെ ഈ നമ്മുടെ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്യാണ് കേട്ടോ. ആ അതൊക്കെ ഉണ്ട്, അതുണ്ട്. അപ്പൊ നമ്മള് ഇത് ഇനി കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാണ് നമ്മുടെ ചാക്കോ കോട്ടേജ്. ഒരു പ്രത്യേക ഒരു വൈബാണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ. നിങ്ങളുടേതായ ലോകത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദത്തിനെ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്തിച്ചേരാം കേട്ടോ. താങ്ക് യു വൺസ് അഗൈൻ.